പ്രണയം. അത് ചിലർക്ക് ജീവിതമാണെങ്കിൽ മറ്റു ചിലർക്ക് അത് വെറുമൊരു ഭ്രാന്താണ്. ആ ഭ്രാന്തമായ പ്രണയത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അഷ്ലോക് യൂണിവേഴ്സ്. ഹിന്ദി ടെലിവിഷൻ ലോകത്ത് തരംഗമായി മാറിയ ബേഹദ് എന്ന സൂപ്പർഹിറ്റ് സീരിയലിന്റെ മലയാളം പതിപ്പായ പ്രേമം എന്ന സീരിയലിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയുമായാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത്. മായ എന്ന സുന്ദരിയായ എന്നാൽ അങ്ങേയറ്റം നിഗൂഢതകൾ നിറഞ്ഞ ഒരു പെൺകുട്ടിയുടെയും അവളുടെ പ്രണയത്തിന്റെയും ഞെട്ടിക്കുന്ന കഥയാണ് ഈ സീരിയൽ നമുക്ക് മുന്നിലെത്തിക്കുന്നത്. എന്താണ് മായയുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ രഹസ്യം? അർജുൻ അവളുടെ ജീവിതത്തിലേക്ക് എത്തിയതോടെ കാര്യങ്ങൾ എങ്ങനെ മാറിമറിഞ്ഞു? നമുക്കൊട്ടും വൈകാതെ തന്നെ ഈ മനോഹരമായ സീരിയലിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് ഫസ്റ്റ് എപ്പിസോഡ് കടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങാമല്ലേ? അങ്ങനെ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു അമ്പലമാണ്. അവിടെ വലിയൊരു പൂജ നടക്കുകയാണ്. ചെണ്ടമേളങ്ങളും പാട്ടും ഡാൻസും ഒക്കെയായി വലിയൊരു ആഘോഷം തന്നെ അവിടെ നടക്കുന്നുണ്ട്. ആ തിരക്കിനിടയിലൂടെയാണ് നമ്മുടെ കഥാനായകൻ അർജുൻ കടന്നുവരുന്നത്. നല്ല ഉഷാറായി പാട്ടിനും മേളത്തിനുമൊപ്പം തകർപ്പൻ ഡാൻസ് കളിച്ചുകൊണ്ടാണ് അർജുൻ ആ പൂജയിൽ പങ്കെടുക്കുന്നത്. അർജുന്റെ ആ എനർജി കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ എത്രത്തോളം ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളാണെന്ന്. ഈ ബഹളത്തിനിടയിലേക്കാണ് അർജുന്റെ ബെസ്റ്റ് ഫ്രണ്ട് സാഞ്ച് കടന്നു വരുന്നത്. തിരക്കിനിടയിലൂടെ അവൾ അർജുനെ ഉറക്കെ വിളിക്കുന്നുണ്ടെങ്കിലും പാട്ടിന്റെ ശബ്ദം കാരണം അവൻ അത് കേൾക്കുന്നില്ല. ഒടുവിൽ അവൾ പരമാവധി ശബ്ദത്തിൽ വിളിക്കുമ്പോൾ അർജുൻ അവളെ ശ്രദ്ധിക്കുകയും ചിരിച്ചുകൊണ്ട് അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ സാഞ്ചിന് അർജുനോട് വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വലിയ പ്രണയമുണ്ട്. പക്ഷെ അർജുൻ അവളെ കാണുന്നത് തന്റെ ജീവനായ ഒരു സുഹൃത്തായിട്ട് മാത്രമാണ്. അവൾ വന്ന ഉടനെ അർജുൻ അവളെ കളിയാക്കാൻ തുടങ്ങുകയാണ്. സാഞ്ചി, നിനക്കല്ലേ പൂജയ്ക്കൊക്കെ ഇത്ര ഉത്സാഹം, എന്നിട്ട് നീ ഇത്ര വൈകിയാണോ വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ അവനെ തിരിച്ചു കളിയാക്കുന്നു. അങ്ങനെ ആ കുസൃതി നിറഞ്ഞ സംസാരത്തിന് ശേഷം ഇരുവരും ചേർന്ന് ഭക്തിയോടെ പൂജകളിൽ പങ്കുചേരുന്നു. അവിടെ വെച്ച് അർജുൻ ദൈവത്തോടൊരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്. സ്റ്റാർ ദൈവമേ, എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇവൾ, എന്നും എന്റെ കൂടെ ഇവൾ ഉണ്ടാകണം. സ്റ്റാർ സാഞ്ചിനെ നോക്കിയുള്ള അർജുന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകുന്നു. തന്റെ പ്രണയം അർജുൻ തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലും അവൾ ഒരു നിമിഷം ചിന്തിച്ചു പോയിട്ടുണ്ടാകണം. എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല. പെട്ടെന്നാണ് അവിടേക്ക് ഒരു വലിയ ആഡംബര കാർ വന്നു നിൽക്കുന്നത്. വലിയൊരു നിര സെക്യൂരിറ്റി ഗാർഡ്സിന്റെ അകമ്പടിയോടെ ഗമയിൽ അങ്ങോട്ടൊരു പെൺകുട്ടി കടന്നു വരുന്നു. അവൾ മറ്റാരുമല്ല, നമ്മുടെ കഥാനായിക മായയാണ്. മായയുടെ ബോഡിഗാർഡ്സ് വന്ന് സാഞ്ചിനെ അവിടെ നിന്നും പരുക്കനായി തട്ടിമാറ്റുന്നു. ആ സ്ഥാനത്തേക്ക് മായ അഹങ്കാരത്തോടെ വന്നു നിൽക്കുകയാണ്. ഇത് കാണുന്ന അർജുന് വലിയ ദേഷ്യം വരുന്നു. തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ തട്ടിമാറ്റിയവളോട് ചോദിക്കാൻ വേണ്ടി അർജുൻ മുന്നോട്ട് ചെല്ലുന്നുണ്ടെങ്കിലും ബോഡിഗാർഡ്സ് അവനെ തടയുകയാണ്. മായയുടെ ആ വരവ് തന്നെ അവിടുത്തെ അന്തരീക്ഷം ആകെ മാറ്റിമറിച്ചു. അങ്ങനെ അർജുനും സാഞ്ചും ആ ആഘോഷത്തിന്റെ മൂഡിലായിരിക്കുമ്പോഴാണ് ചുറ്റുമുള്ള ചില കാഴ്ചകൾ അർജുന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെയുള്ള പലരും ഭക്തിയേക്കാൾ ഉപരി സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്ന് അർജുന് തോന്നുന്നു. മായ വളരെ ഭക്തിയോടെ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അർജുൻ തന്റെ സുഹൃത്തായ സാഞ്ചിനോട് പറയുകയാണ്, ഇവിടെ നോക്ക് സാഞ്ച്, ഇവരെല്ലാം ഓരോ സെറ്റിങ്ങിനു വേണ്ടി നടക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് ദൈവത്തിന്റെ മുന്നിൽ വന്ന് കൈകൂപ്പി നിന്നാൽ മാത്രം ജീവിതം രക്ഷപ്പെടും എന്നാണ്. എന്നാൽ അർജുന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈകൂപ്പിയത് കൊണ്ട് മാത്രം ജീവിതമാകുന്ന തോണി മറുകരയെത്തില്ല. തുഴയണമെങ്കിൽ കൈകൾ മടക്കി പണിയെടുക്കുക തന്നെ വേണം. സ്വന്തം അധ്വാനത്തിൽ വിശ്വസിക്കാതെ വെറുതെ പ്രാർത്ഥിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് അവൻ മായയെ പരോക്ഷമായി കളിയാക്കുകയാണ്. അർജുൻ തന്റെ നിരീക്ഷണം അവിടെയും നിർത്തുന്നില്ല. അവൻ സാഞ്ചിനോട് മായയെ ഡെസ്കി ചൂണ്ടി വളരെ ഗൗരവത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ലോകത്ത് പ്രധാനമായും രണ്ടു തരം ആളുകളാണ് ഉള്ളത്. ഒന്ന്, ജീവിതത്തിൽ ഒരുപാട് അടികൾ കിട്ടി തകർന്നു പോയ പാവങ്ങൾ. രണ്ട്, മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടെ വന്ന് ദൈവത്തിനു മുന്നിൽ ഒന്നും അറിയാത്തതുപോലെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ. എന്നിട്ട് അർജുൻ സാഞ്ചിനോട് ചോദിക്കുകയാണ്, അപ്പോൾ നിനക്ക് എന്തു തോന്നുന്നു? ഈ നിൽക്കുന്ന മായ ഇതിൽ ഏത് ടൈപ്പായിരിക്കും? തുടർന്ന് അർജുൻ മായയെ നോക്കി സാഞ്ചിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇതൊക്കെ കാണുന്നതിനെയാണ് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത്. ഇത് കേട്ട് അത്ഭുതപ്പെട്ട സാഞ്ച് ലോട്ടറിയോ എന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ അർജുൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകുന്നു, അതെ, ജീവിതത്തിലെ ലോട്ടറി. സ്വന്തം അധ്വാനമില്ലാതെ പിതാവിന്റെ പണം കൊണ്ട് ആർഭാടമായി ജീവിക്കുന്നതിനെയാണ് അർജുൻ ഇവിടെ ലോട്ടറി എന്ന് പരിഹസിച്ചു വിളിക്കുന്നത്. അർജുന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സാഞ്ചിന് പോലും അവന്റെ നിരീക്ഷണ പാടവത്തിൽ അമ്പരപ്പ് തോന്നുന്നുണ്ടാകും. മായയെ കേവലം ഒരു വിശ്വാസിയായല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്ന, ഭാഗ്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിട്ടാണ് അർജുൻ കാണുന്നത് എന്ന് ഈ രംഗങ്ങളിൽ നിന്ന് വ്യക്തമാണ്. മായ പ്രാർത്ഥനയ്ക്കിടെ വികാരാധീനയായി കരയുന്നത് സാഞ്ച് ശ്രദ്ധിക്കുന്നു. ഇത് കണ്ട സാഞ്ച് ഉടൻ തന്നെ അർജുനെ അത് കാണിച്ചു കൊടുക്കുകയാണ്. മായയുടെ കണ്ണുനീർ കണ്ട സാഞ്ചിന്റെ മനസ്സിൽ അല്പം സഹതാപം തോന്നുന്നുണ്ടെങ്കിലും അർജുന്റെ പ്രതികരണം പതിവ് പോലെ വളരെ വ്യത്യസ്തമായിരുന്നു. അർജുൻ, നമ്മളിവിടെ പൂജയ്ക്ക് വന്നതല്ലേ, അത് കഴിഞ്ഞു.
ഇനി നമുക്ക് പോകാം. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും മടങ്ങുന്നു. അല്പം കഴിഞ്ഞ് മായയും തന്റെ പ്രാർത്ഥനകളെല്ലാം പൂർത്തിയാക്കി ആത്മസംതൃപ്തിയോടെ അവിടെ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് അർജുനും സാഞ്ചും റോഡിലൂടെ നടന്നു വരുന്നതാണ്. ആ നടത്തത്തിനിടയിൽ അർജുൻ സാഞ്ചിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നീ അവിടെ അത്രയും നേരം കണ്ണടച്ച് എന്തിനെക്കുറിച്ചാണ് പ്രാർത്ഥിച്ചത്? ഇതിന് സാഞ്ച് നൽകുന്ന മറുപടി ശരിക്കും അർജുനെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. സാഞ്ച് പറഞ്ഞു, അർജുൻ, നിനക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. നിനക്ക് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് അത് 6 മാസത്തിൽ കൂടുതൽ നീ അവിടെ തുടരുകയാണെങ്കിൽ ഞാൻ ഈ റോഡിലൂടെ ചെരുപ്പിടാതെ നടക്കും. ഇതൊരു വെല്ലുവിളി എന്നതിലുപരി അവരുടെ സൗഹൃദത്തിലെ ഒരു തമാശ കലർന്ന പ്രോമിസ് കൂടിയായിരുന്നു. അതിനുശേഷം രണ്ടുപേരും വണ്ടിയിൽ കയറി യാത്ര തുടരുകയാണ്. യാത്രയിലുടനീളം അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചും തമാശകൾ പറഞ്ഞും ചിരിച്ചുമറിഞ്ഞും വലിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ആ യാത്രക്കിടയിൽ ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി അവർ വണ്ടി നിർത്തുന്നു. അവിടെ വെച്ച് അർജുൻ തന്റെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ സാഞ്ചുമായി പങ്കുവെക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലെ വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അർജുൻ ഒരു വലിയ സ്വപ്നക്കാരനാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആകണമെന്നും ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കണമെന്നുമാണ് അവന്റെ ആഗ്രഹം. എന്നാൽ സാഞ്ച് നേരെ തിരിച്ചാണ്. ഒരു വടപാവും മധുരമുള്ള ചായയും പിന്നെ സ്നേഹമുള്ള ഒരു കുടുംബവും അവൾക്ക് അത്രയും മതി സന്തോഷമായി ജീവിക്കാൻ. അതിനിടയിലാണ് ആ വലിയ ബിൽഡിങ്ങിന്റെ ബാൽക്കണിയിൽ തനിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ സാഞ്ച് ശ്രദ്ധിക്കുന്നത്. നോക്ക് അർജുൻ, ഇത്രയും വലിയ ഫ്ളാറ്റിൽ താമസിക്കുന്ന ഈ പണക്കാർക്ക് പോലും സമാധാനമുണ്ടാകില്ല. അതുകൊണ്ടല്ലേ ഇത്ര രാത്രിയിലും അവർ ഉറങ്ങാതെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ന് സാഞ്ച് ചോദിക്കുന്നു. പക്ഷെ അർജുൻ അതൊരു ഫോട്ടോഗ്രാഫറുടെ കണ്ണിലൂടെയാണ് നോക്കിയത്. അവൻ ഉടനെ തന്റെ ക്യാമറ എടുത്ത് ആ ദൃശ്യം പകർത്തി. അവിടെ തനിച്ചു നിന്നിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ നായിക മായയായിരുന്നു. അവിടെ നിന്നും അവർ വണ്ടിയിൽ യാത്ര തുടരുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു സംഭവം നടക്കുന്നത്. മായയുടെ കയ്യിലുണ്ടായിരുന്ന ഷോൾ കാറ്റിൽ പറന്ന് നേരെ വരുന്നത് അർജുന്റെ മുഖത്തേക്കാണ്. ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന അർജുന്റെ കാഴ്ച മറഞ്ഞതോടെ വണ്ടി ഒരു വലിയ അപകടത്തിലേക്ക് നീങ്ങി. എന്നാൽ സമയോചിതമായി സാഞ്ച് ഇടപെട്ട് ആ ഷോൾ മാറ്റി അവനെ രക്ഷിച്ചു. ആ ഷോൾ കളയാൻ സാഞ്ച് ഒരുങ്ങിയെങ്കിലും അർജുൻ അത് തടഞ്ഞു. ഇത് വണ്ടി തുടയ്ക്കാൻ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് അവൻ ആ ഷോൾ വണ്ടിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു. ഇത് മായയുടെ ജീവിതവും അർജുന്റെ ജീവിതവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നിമിത്തമാകുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലെ മായയാണ്. മായയ്ക്ക് അവളുടെ അച്ഛനെ ജീവനോളം വെറുപ്പാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇരുട്ടുമുറിയിൽ അടച്ചിട്ടും മാനസികമായി പീഡിപ്പിച്ചും അച്ഛൻ നൽകിയ ആ ട്രോമകൾ ഇപ്പോഴും അവളുടെ ഉള്ളിലുണ്ട്. പക്ഷേ മായയുടെ അമ്മയ്ക്ക് അച്ഛനെ ജീവനായിരുന്നു. അച്ഛൻ വരുന്നത് കാത്ത് അമ്മ ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്ന് ഏത് കമ്മലിടണം? 12 മണിക്ക് അച്ഛൻ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കണം എന്നൊക്കെ അമ്മ സന്തോഷത്തോടെ പറയുമ്പോൾ മായയുടെ ഉള്ളിൽ കനലെരിയുകയായിരുന്നു. അച്ഛനോടുള്ള വെറുപ്പും അമ്മയോടുള്ള സ്നേഹവും കാരണം അവൾക്കൊന്നും പറയാനാകുന്നില്ല. ഒടുവിൽ ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അമ്മ പോയി ഭക്ഷണം കഴിക്കൂ, അല്ലെങ്കിൽ ആറിപ്പോകും എന്ന് മാത്രം പറഞ്ഞ് അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അർജുനെ യാത്രയാക്കി സാഞ്ച് വീട്ടിലെത്തുമ്പോൾ നേരം ഒരുപാട് വൈകിയിരുന്നു. വീട്ടുകാർ അറിയാതെ പതുക്കെ അകത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച സാഞ്ചിനെ അമ്മ കൈയോടെ പിടികൂടുകയാണ്. അമ്മ അവളെ സ്നേഹത്തോടെ വഴക്ക് പറയുന്നതിനിടയിലാണ് അച്ഛൻ അവിടേക്ക് വരുന്നത്. അർജുന്റെയും അർജുന്റെ കുടുംബത്തിന്റെയും ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് സാഞ്ചിന്റെ വീട്. പരസ്പരം വിശ്വസിക്കുകയും ഒരുപാട് തമാശകൾ പങ്കുവെക്കുകയും ചെയ്യുന്ന സ്നേഹം നിറഞ്ഞ ഒരു കൊച്ചു കുടുംബം. ക്ഷീണം കാരണം സാഞ്ച് നേരെ ചെന്ന് കിടക്കുന്നത് അച്ഛന്റെയും അമ്മയുടെയും നടുവിലാണ്. ഇത് കണ്ട് അച്ഛൻ അവളെ കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്. നീ ഇപ്പോഴും ഞങ്ങളുടെ കൂടെയാണോ കിടക്കുന്നത്? കല്യാണം കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും എന്നായിരുന്നു അച്ഛന്റെ ചോദ്യം. അർജുനും സാഞ്ചും തമ്മിലുള്ള ഇഷ്ടം വീട്ടുകാർക്ക് നേരത്തെ തന്നെ അറിയാം. അർജുനെ സ്വന്തം മകനെ പോലെയാണ് അവർ കാണുന്നത്. അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണമെന്ന് സാഞ്ചിന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ ആഗ്രഹമുണ്ട്. അർജുനോട് ഇതുവരെ മനസ്സ് തുറക്കാത്തതിനെ ചൊല്ലി അച്ഛനും അമ്മയും കൂടി സാഞ്ചിനെ നന്നായി ഒന്ന് കളിയാക്കുന്നുണ്ട്. വീട്ടുകാരുടെ ഈ സ്നേഹപൂർണമായ പരിഹാസം കേട്ട് സാഞ്ച് ആകെ നാണിച്ചു നിൽക്കുന്നതും ഒടുവിൽ ആ സ്നേഹത്തണലിൽ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതുമാണ് ഈ രംഗത്തിൽ നമ്മൾ കാണുന്നത്. രാത്രി വൈകി വീട്ടിലെത്തുന്ന അർജുനെ കാത്ത് അമ്മ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ട്. അർജുൻ വരുന്നത് കണ്ടതും ഒരമ്മയുടെ എല്ലാ വേവലാതിയോടും കൂടി അവർ അവനെ ചോദ്യം ചെയ്യുകയാണ്. ഇതാണോടാ വീട്ടിൽ വരാനുള്ള സമയം? നിന്റെ അനിയൻ അവിടെ പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അവനെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അമ്മ അവനെ വഴക്കു പറയുന്നു. അമ്മയുടെ സങ്കടം കണ്ടപ്പോൾ അർജുന് വലിയ വിഷമമായി. അവൻ അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി റൂമിലേക്ക് പോകാതെ ആ രാത്രി തണുപ്പത്ത് സോഫയിൽ തന്നെ കിടന്നുറങ്ങാൻ തീരുമാനിക്കുന്നു. സത്യത്തിൽ അർജുന്റെ ഈ മാറ്റം കണ്ട് അമ്മയുടെ ഉള്ളും ഒന്ന് പിടയുന്നുണ്ട്. അതേസമയം സാഞ്ചിന്റെ വീട്ടിൽ നടക്കുന്നത് തികച്ചും തമാശ നിറഞ്ഞ കാര്യങ്ങളാണ്. ബാത്റൂമിൽ നിന്നും വന്ന അനിയൻ കാണുന്നത് അച്ഛന്റെയും അമ്മയുടെയും നടുവിൽ സുഖമായി ഉറങ്ങുന്ന സാഞ്ചിനെയാണ്. നീയും നിന്റെ ആ ബോയ്ഫ്രണ്ടും അർജുനാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തലവേദന എന്ന് അനിയൻ കളിയാക്കുമ്പോൾ ഉറക്കത്തിനിടയിലും സാഞ്ചി തിരുത്തുന്നുണ്ട്. അവൻ എന്റെ ബോയ്ഫ്രണ്ട് അല്ല, ബെസ്റ്റ് ഫ്രണ്ടാണ്.
സാഞ്ചിന്റെ വീട്ടുകാർക്ക് അർജുനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ ഒരു മരുമകനായി കാണാൻ അവർക്കും ആഗ്രഹമുണ്ട്. രാത്രി പകുതിയായപ്പോൾ അർജുന്റെ ഫോൺ അടിക്കുന്നു. നോക്കുമ്പോൾ അനിയൻ അയാനാണ്. ചേട്ടാ, വാതിൽ തുറക്ക്, ഞാൻ പുറത്തുണ്ട് എന്ന് കേട്ടതും അർജുൻ ഞെട്ടിപ്പോയി. പഠിക്കുകയാണെന്ന് അമ്മ കരുതിയ അയാൻ സത്യത്തിൽ കറങ്ങാൻ പോയതായിരുന്നു. വാതിൽ തുറന്ന അർജുൻ അവനെ ദേഷ്യപ്പെട്ടെങ്കിലും അയാൻ അതൊക്കെ തമാശയാക്കി തള്ളി. സാരമില്ല ചേട്ടാ, പരീക്ഷ ഞാൻ പാസ്സായിക്കോളാം എന്ന് പറഞ്ഞ് അവൻ അർജുനെ നിർബന്ധിച്ച് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇവിടെയാണ് ആ വലിയ സത്യം വെളിപ്പെടുന്നത്. അർജുന്റെ ഈ അമ്മ അവന്റെ സ്വന്തം അമ്മയല്ല, വളർത്തമ്മയാണ്. എങ്കിലും അവർ തമ്മിലുള്ള സ്നേഹം ഏതൊരു സ്വന്തം കുടുംബത്തെയും വെല്ലുന്നതാണ്. എന്നാൽ അപ്പുറത്ത് മായയുടെ അവസ്ഥ അതല്ലായിരുന്നു. അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ആലോചിച്ച് ഉറക്കം വരാതെ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് മായ. ഒരിക്കലും വരാത്ത തങ്ങളെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ അമ്മ ഇത്രയധികം വിശ്വസിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം മായയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. പിറ്റേന്ന് നേരം വെളുക്കുന്നു. രാവിലെ തന്നെ സാഞ്ച് തന്റെ സ്കൂട്ടറിൽ അർജുന്റെ വീട്ടുപടിക്കൽ എത്തിക്കഴിഞ്ഞു. അർജുന് ഇന്ന് പ്രധാനപ്പെട്ട ഒരു ഇന്റർവ്യൂ ഉള്ളതാണ്. സാഞ്ച് കുറെ നേരം ഹോണടിച്ചിട്ടും അർജുൻ ഉണരുന്നില്ല. ഒടുവിൽ അവൾ ഫോണിൽ വിളിച്ച് അവനെ ശരിക്കും വിരട്ടുന്നുണ്ട്. എടാ, 10 മണിക്കാണ് ഇന്റർവ്യൂ, ഇപ്പോൾ തന്നെ സമയം 9:45 ആയി എന്ന് സാഞ്ച് പറയുമ്പോഴാണ് അർജുൻ ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കുന്നത്. ഇതേ സമയം മായയുടെ വീട്ടിൽ വളരെ ഗൗരവമേറിയ മറ്റൊരു രംഗം നടക്കുകയാണ്. തന്റെ അച്ഛൻ വരാത്തതിന്റെ സങ്കടത്തിൽ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുന്ന അമ്മയെ മായ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അമ്മ തന്റെ വിരലിലെ ആ മോതിരം മായയെ കാണിക്കുന്നത്. ഈ മോതിരം എന്റെ വിരലിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ സ്നേഹം അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും എന്ന് നിന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അമ്മ പറയുമ്പോൾ മായയ്ക്ക് വല്ലാത്ത ദേഷ്യമാണ് വരുന്നത്. പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല. അമ്മയോട് തർക്കിക്കാനോ ദേഷ്യപ്പെടാനോ നിൽക്കാതെ വളരെ ശാന്തമായി അവൾ അമ്മയുടെ കയ്യിൽ നിന്നും ആ മോതിരം ഊരിയെടുത്തു. ഒന്നും മിണ്ടാതെ നേരെ ഹാളിലേക്ക് നടന്ന മായ അവിടെ ഇരുന്ന ഒരു ചുറ്റിക കയ്യിലെടുത്തു. അമ്മ നോക്കി നിൽക്കെ ഒരൊറ്റ ആഞ്ഞടിയിൽ ആ മോതിരം അവൾ തല്ലിപ്പൊട്ടിച്ചു. പ്രിയപ്പെട്ട ഒന്നാണെങ്കിലും തന്റെ ജീവിതത്തെ തളർത്തുന്ന ആ പഴയ സ്മരണയെ അവിടെ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു അവൾ. ഇതുകണ്ട് അമ്മയാകെ ഷോക്കായി നിന്നു കരഞ്ഞുപോയി. വിറച്ചു നിൽക്കുന്ന അമ്മയുടെ അടുത്തേക്ക് ചെന്ന് മായ അവരുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് വളരെ പക്വതയോടെ പറഞ്ഞു, അമ്മ സങ്കടപ്പെടേണ്ട. ഇപ്പോൾ അമ്മയുടെ ആ പ്രതീക്ഷ അവസാനിച്ചില്ലേ? സ്നേഹം നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നിയാൽ പിന്നെ അതിന്റെ പിറകെ പോകാൻ പാടില്ല. എനിക്കിന്നൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് മായ അവിടെ നിന്നും ഇറങ്ങുന്നു. വേദനകളും ഓർമ്മകളും ഉള്ളിലൊതുക്കി ജോലിയിലേക്ക് ശ്രദ്ധ തിരിക്കുന്ന മായയുടെ കരുത്താണ് നമ്മളിവിടെ കാണുന്നത്. തുടർന്ന് അർജുനും സാഞ്ചും ഇന്റർവ്യൂവിന് പോകുന്ന കാഴ്ചയാണ്. യാത്രയിലുടനീളം സാഞ്ച് ഒരു കൊച്ചുകുട്ടിയെ എന്ന പോലെ അർജുനെ ഉപദേശിക്കുന്നുണ്ട്. ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ എങ്ങനെയിരിക്കണം, എന്ത് സംസാരിക്കണം, അനാവശ്യ തമാശകൾ പറയരുത് എന്നിങ്ങനെ നീളുന്നു സാഞ്ചിന്റെ നിർദ്ദേശങ്ങൾ. അർജുനാണെങ്കിൽ ഇതൊക്കെ കേട്ട് വെറുതെ തലയാട്ടിയിരിക്കുകയാണ്. അവന്റെ മനസ്സു മുഴുവൻ ആ ജോലി എങ്ങനെയെങ്കിലും ഒപ്പിക്കണം എന്നതിലാണ്. ഓഫീസിലെത്തിയ അർജുൻ തന്റെ പതിവ് ശൈലിയിൽ ഒട്ടും പേടിയില്ലാതെയാണ് പെരുമാറുന്നത്. ബോസിന്റെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ വണ്ടി കൊണ്ടിട്ട് അവനെ സെക്യൂരിറ്റി തടഞ്ഞെങ്കിലും ഒരു 100 രൂപ കൊടുത്ത് അർജുൻ അവനെ കൈക്കലാക്കി. തന്റെ ആത്മവിശ്വാസം അല്പം കൂടിപ്പോയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അർജുൻ വണ്ടിയുടെ കീ സെക്യൂരിറ്റിക്ക് നേരെ എറിഞ്ഞു. പക്ഷേ അത് ചെന്ന് വീണത് സാക്ഷാൽ മായയുടെ കൈകളിലായിരുന്നു. മായയുടെ ആ രൂക്ഷമായ നോട്ടവും അർജുന്റെ ഞെട്ടലും കാണുമ്പോഴേ അറിയാം ഇനി വരാനിരിക്കുന്നത് വലിയ പുകിലാണെന്ന്. അങ്ങനെ അർജുൻ അശ്രദ്ധമായി എറിഞ്ഞ ആ വണ്ടിയുടെ ചാവി വായുവിൽ വെച്ച് തന്നെ അതീവ നൈപുണ്യത്തോടെ മായ കൈപ്പിടിയിൽ ഒതുക്കുന്നു. ഇത് കണ്ട് അമ്പരന്ന അർജുൻ തന്റെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അവളെ ഒന്ന് അടിമുടി നോക്കി. എന്തൊരു ക്യാച്ചാണല്ലേ, ക്രിക്കറ്റ് കളിക്കാറുണ്ടോ എന്ന് തന്റെ പതിവ് തമാശ ശൈലിയിൽ അർജുൻ ചോദിക്കുമ്പോൾ മായയുടെ മുഖത്ത് ഗൗരവം കൂടുകയായിരുന്നു. മായ ആ പാർക്കിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അർജുൻ ഇടപെട്ടു. അവൾക്ക് സംസാരിക്കാൻ പോലും അവസരം നൽകാതെ അർജുൻ തന്റെ ന്യായങ്ങൾ നിരത്തുകയാണ്. ആ പാർക്കിങ്ങിന്റെ കാര്യമല്ലേ, അത് സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു ഏതോ ബോസിന് വണ്ടി വെക്കാനുള്ള സ്ഥലമാണെന്ന്. പക്ഷെ എനിക്കിപ്പോൾ അതൊന്നും കേൾക്കാൻ നേരമില്ല. ഞാൻ ആ സെക്യൂരിറ്റിക്ക് ഒരു 100 രൂപ കൊടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അർജുൻ വളരെ കൂളായി പറയുന്നു. എന്നിട്ട് സെക്യൂരിറ്റിയെ ചൂണ്ടി മായയോട് പറയുകയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞാൽ മതി, ഇയാളെല്ലാം ശരിയാക്കി തന്നോളും. കണ്ടില്ലേ, എന്ത് പാവമാണ് അയാൾ. സാഞ്ചിനെ നോക്കി ഈ മാഡത്തെ ഒന്ന് സഹായിച്ചേക്കണേ എന്ന് സെക്യൂരിറ്റിയോട് തമാശ രൂപേണ പറഞ്ഞിട്ട് എന്നെ അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അർജുൻ ധൃതിയിൽ തന്റെ കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്റ്റൈലായി തിരിഞ്ഞു നടക്കുന്നു. മായ ആരാണെന്ന് പോലും അറിയാതെ അവളോട് ആജ്ഞാപിക്കുന്ന അർജുന്റെ ആ ഒരു ടൈറ്റ് സ്വഭാവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം അർജുനെ ഞെട്ടിച്ചുകൊണ്ട് മായ ആക്ഷനിലേക്ക് കടന്നു. വണ്ടി റിവേഴ്സ് എടുക്കുന്ന ശബ്ദം കേട്ട് അർജുൻ തിരിഞ്ഞു നോക്കുമ്പോൾ മായ അർജുന്റെ വണ്ടി അവിടെ നിന്നും മാറ്റിയിട്ട് തന്റെ ആഡംബര കാർ അതേ സ്ഥലത്ത് മാസായി പാർക്ക് ചെയ്തിരിക്കുന്നു. അർജുന്റെ അടുത്തേക്ക് നടന്നു വന്ന മായ അവൻ സെക്യൂരിറ്റിക്ക് കൊടുത്ത ആ 100 രൂപ തിരിച്ചു നീട്ടിയിട്ട് പറഞ്ഞു, ഇതാ നിന്റെ 100 രൂപ, ഇതിലുണ്ട്.
ഇത് പോയി വല്ല നല്ല കാര്യത്തിനും ഉപയോഗിക്ക്. ചാവിയും 100 രൂപയും അർജുന്റെ നേരെ എറിഞ്ഞുകൊടുത്ത് തിരിഞ്ഞു നോക്കാതെ ഓഫീസിലേക്ക് നടന്നു പോകുന്ന മായയെ കണ്ട് അർജുൻ വാ പൊളിച്ചു നിന്നുപോയി. ഇവള് കൊള്ളാമല്ലോ എന്ന മട്ടിൽ ആത്മവിശ്വാസത്തോടെ നടന്നു നീങ്ങുന്ന മായയെ നോക്കി അർജുൻ അമ്പരപ്പോടെ ചിരിക്കുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. കണ്ടല്ലോ അല്ലേ, അർജുനും മായയും തമ്മിലുള്ള ആ ഒരു പവർഫുൾ ഫസ്റ്റ് മീറ്റിംഗ്. അർജുന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസിന് മായ കൊടുത്ത ആ 8ന്റെ പണി ശരിക്കും ഇങ്ങനെയൊന്നും അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ഇനി ആ ഓഫീസിനുള്ളിൽ വെച്ച് ഇവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ എന്തൊക്കെ പുകിലുകളായിരിക്കും നടക്കാൻ പോകുന്നത്? ആ ഇന്റർവ്യൂവിൽ അർജുൻ വിജയിക്കുമോ അതോ മായ അവനെ പടിക്ക് പുറത്താക്കുമോ? ഇതിന്റെ എല്ലാം ഉത്തരമറിയാൻ നിങ്ങൾക്കും ആകാംക്ഷയില്ലേ? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. മായ ചെയ്തത് ശരിയാണോ അതോ അർജുൻ ചെയ്തതാണോ ശരി? നിങ്ങൾ ആരുടെ പക്ഷത്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ വലിയൊരു പ്രചോദനമാണ്. അതുപോലെ തന്നെ ഈ സീരിയലിന്റെ വരാനിരിക്കുന്ന ഇതിലും ആവേശകരമായ എപ്പിസോഡ് എക്സ്പ്ലനേഷനുകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ കഥയുടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.